സെപ്റ്റംബർ 23 വിശുദ്ധ പാദ്രെ പിയോ. 1887 മുതൽ 1968 വരെ കാലഘട്ടം. ഇറ്റലിയിലെ കാർഷിക കുടുംബത്തിലാണ് പാദ്രെ പിയോ ജനിക്കുന്നത്. അദ്ദേഹത്തിന് മൂത്തതായി ഒരു സഹോദരനും താഴെ 3 സഹോദരിമാരുമുണ്ടായിരുന്നു. മറ്റ് 2 സഹോദരിമാർ ജന്മനാ തന്നെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ആ വലിയ കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗം പിതാവിൻ്റെ കൃഷിജോലികൾ മാത്രമായിരുന്നു. 1887 മെയ് 25 പാദ്രെ പിയോ ജനിക്കുന്നത്. അതിനടുത്ത ദിവസം തന്നെ മാമോദീസയും സ്വീകരിച്ചു. 12ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രഥമ ദിവ്യകാരുണ്യവും സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. വളരെ ബുദ്ധിമുട്ടേറിയ കുടുംബ പശ്ചാത്തലത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ബാല്യത്തിൽ തന്നെ ആടുകളെ പരിപാലിച്ച് കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളിൽ ഒരു ചെറിയ സഹായം ചെയ്തു പോന്നിരുന്നു. മകന് ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ച പിതാവ് അവനെയും കൂട്ടിക്കൊണ്ട് സെമിനാരിയിൽ പങ്കെടുപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. മകൻ്റെ അനാരോഗ്യവും പഠന നിലവാരത്തിലെ കുറവുകളും അവർ സൂചിപ്പിച്ചപ്പോൾ ആ പിതാവ് അമേരിക്കയിലേക്ക് ജോലി ആവശ്യത്തിനായി കടന്നുപോയി. പിന്നീട് മകൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ 16ാമത്തെ വയസ്സിൽ 1903 ജനുവരി 6 കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന പിയോ ആ വർഷത്തിൻ്റെ അവസാനത്തിൽ പ്രഥമ വ്രതവാഗ്ദാനവും 1907 ജനുവരി 27 നിത്യവ്രത വാഗ്ദാനവും നടത്തി. 1910 ഓഗസ്റ്റ് 10 അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണം. പുരോഹിതനായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത്. പാലും ചീസുമല്ലാതെ മറ്റൊന്നും കഴിക്കുവാനാവാത്ത സാഹചര്യം. അങ്ങനെ അദ്ദേഹത്തെ സ്വഭവനത്തിലേക്ക് സഭാധികാരികൾ പറഞ്ഞയക്കുകയും ഭവനത്തിൽ തന്നെ കപ്പൂച്ചിൻ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുകയും ചെയ്തു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തിരികെ ആശ്രമത്തിലേക്ക് വിളിക്കുകയും റോട്ടോണ്ടോയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. 1-ാം ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ സൈന്യത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന കൂട്ടത്തിൽ 4 പുരോഹിതന്മാരെയും അവർ തിരഞ്ഞെടുത്തു. അതിലൊരാൾ ഫാദർ പിയോ ആയിരുന്നു. സൈന്യത്തിൽ സേവനം ചെയ്യുമ്പോഴും അനാരോഗ്യം മൂലം അദ്ദേഹത്തിന് പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. യുദ്ധാനന്തരം അദ്ദേഹം വീണ്ടും തൻ്റെ റോട്ടോണ്ടോയിലെ ആശ്രമത്തിൽ ജീവിതം മുന്നോട്ട് നയിച്ചു. അപ്പോഴാണ് പാപികൾക്കും എളിയവർക്കും വേണ്ടിയിട്ടുള്ള അനേകം സേവനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി ഒരു ആശ്വാസ ഭവനമായിട്ട് റോട്ടോണ്ടോയിലെ ആശ്രമത്തോട് ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിച്ചു. തുടർന്ന് അതിനെ മെച്ചപ്പെടുത്തി ഇന്ന് നാം കാണുന്ന വലിയ ഹോസ്പിറ്റലായിട്ട് രൂപാന്തരപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ അക്ഷീണ പ്രയത്നങ്ങളുടെ ഫലമായിട്ട് അനേകം അസൂയാലുക്കളുമുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പഞ്ചശതാനുഭവങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു. അത് പലപ്പോഴും ആശുപത്രിയിലെ കെമിക്കലുകൾ കൊണ്ട് കൈകൾ പൊള്ളിച്ച് ഉണ്ടാക്കുന്നവയാണെന്ന് അസൂയാലുക്കൾ പറഞ്ഞു പരത്തി. പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിലും ഈ വാക്കുകൾ ചെല്ലുകയും മാർപ്പാപ്പ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അക്കാലയളവിൽ കുർബാനയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ഫാദർ പിയോയോട് ആവശ്യപ്പെടുകയും ചെയ്തു. പൈശാചിക ആക്രമണങ്ങളും ഒരിക്കലും കുറവുണ്ടായിരുന്നില്ല. തൻ്റെ കാവൽമാലാഖയോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഫാദർ പിയോയ്ക്ക് ഒരിക്കൽ പൈശാചിക ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാവൽമാലാഖ വന്ന് തന്നെ രക്ഷിച്ചില്ലല്ലോ എന്ന പരാതിയുണ്ടായി. അത് ദൈവഹിതപ്രകാരമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വിമിഷ്ടപ്പെടുന്ന കാവൽമാലാഖയുടെ സങ്കടത്തെ അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു. അപ്പോൾ ആ കാവൽമാലാഖയുടെ അതിദയനീയമായ നോട്ടം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചതായി അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിയോ അച്ഛൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് അനേകം ആളുകൾ കടന്നു വന്നുകൊണ്ടിരുന്നു. പലപ്പോഴും കുമ്പസാരത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത്. കുമ്പസാരക്കൂട്ടിലായിരിക്കുമ്പോൾ ചിലരുടെ രോഗാവസ്ഥകളെക്കുറിച്ച് അച്ഛൻ അങ്ങോട്ട് ചോദിക്കുവാൻ തുടങ്ങി. അത് പലരെയും അത്ഭുതപ്പെടുത്തി. ചില പാപങ്ങളെങ്കിലും ആരെങ്കിലും പറയുവാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിയോ അച്ഛൻ അതവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ വിശുദ്ധനായ വൈദികൻ്റെ സന്നിധിയിലേക്ക് അനേകം ആളുകൾ കടന്നു വരുവാനും റോട്ടോണ്ടോ വീണ്ടും ജനനിബിഡമാകുവാനും ആരംഭിച്ചപ്പോൾ വീണ്ടും അസൂയാലുക്കൾ ഉയർത്തെഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളൊഴിഞ്ഞ സമയങ്ങളുണ്ടായിരുന്നില്ല. അപ്പോഴെല്ലാം എളിമയിലും ദൈവവിശ്വാസത്തിലും കൂടുതൽ മുറുകെ പിടിച്ചു. ബൈലൊക്കേഷൻ ഗിഫ്റ്റും വിശുദ്ധ പാദ്രെ പിയോയ്ക്ക് ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത്, അത് സത്യം തന്നെയാണ്.
എന്നാൽ ഞാൻ ഭൗതികമായിട്ടാണോ ആത്മീയമായിട്ടാണോ അവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മറ്റൊരു ഗിഫ്റ്റാണ് അത്ഭുത പ്രവർത്തനവരം. ഒരിക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി കാഴ്ച ലഭിച്ചു. ഇതും അനേകം സാക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. ലോകത്തുള്ള വിവിധയിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് കത്തുകൾ വരുമായിരുന്നു. അതിനെല്ലാം തന്നെ മറുപടി കൊടുക്കും. അവയെല്ലാം തന്നെ പാദ്രെ പിയോ അച്ഛൻ്റെ മാധ്യസ്ഥത്താൽ ലഭിച്ച അത്ഭുതങ്ങളുടെ സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ തന്നെയായിരുന്നു. പ്രാർത്ഥിക്കുവാൻ സമയമില്ലെന്ന് പരാതിപ്പെടുന്നവരാണ് നമ്മിൽ പലരും. നാം അറിയേണ്ട ഒരു രഹസ്യം കൂടിയുണ്ട്. പാദ്രെ പിയോ അച്ഛൻ ദിവസത്തിൽ 12-16 മണിക്കൂർ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുമെങ്കിലും അന്നേ ദിവസം 20-ലധികം ജപമാലകൾ ചൊല്ലിപ്പൂർത്തിയാക്കുന്ന ശീലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. തനിക്ക് പഞ്ചക്ഷതാനുഭവമുണ്ടായതിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് റോട്ടോണ്ടോയിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാന 1968 സെപ്റ്റംബർ 22-ന് അനേകം മീഡിയയുടെയും പല വൈദികര ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ അർപ്പിക്കപ്പെടുകയുണ്ടായി. അതിന് ധാരാളം ആളുകൾ വന്നുകൂടുകയും ചെയ്തു. വളരെ സമയമെടുത്താണ് ആ കുർബാന അവസാനിച്ചത്. അദ്ദേഹം അതിക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് തന്നെ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി സഹവൈദികരുടെ സഹായവും ആവശ്യമായി വന്നു. അതായിരുന്നു വിശുദ്ധ പാദ്രെ പിയോ അർപ്പിച്ച അവസാനത്തെ കുർബാന. 1968 സെപ്റ്റംബർ 23-ന് ആ വിശുദ്ധൻ ഈ ലോകത്തോട് വിടവാങ്ങി. 2002 ജൂൺ 16-ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വചനം 2 തെസ്സലോനിക്ക 3-16 സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിചിന്തനം: നിത്യരാജ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്ഷമാപൂർവകമായ സഹനമാണ്. വിശുദ്ധ കോലറ്റിൻ്റെ വാക്കുകൾ.